ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ സൗഹൃദ ബന്ധങ്ങളെക്കുറിച്ചാണ്. സൗഹൃദ ബന്ധങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്നതിനുള്ള കുറച്ച് ടിപ്സും പോയിൻറ്സുമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എന്തായാലും ഫ്രണ്ട്ഷിപ്പിൽ വേണ്ട ഏറ്റവും വലിയ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യാനാണ് ഫ്രണ്ട്സ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനാണ് ഫ്രണ്ട്ഷിപ്പിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ഘടകം എന്നാണ് പറയേണ്ടത്. പിന്നെ ഫ്രണ്ട്ഷിപ്പ് നമ്മളെങ്ങനെ മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, നല്ലൊരു കെയർ കൊടുക്കുക. നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് നല്ലൊരു കെയർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഈ പറഞ്ഞ ടിപ്സ് ഉപയോഗിക്കാൻ നിൽക്കുക ഫ്രണ്ട്സ്. പിന്നെ അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പിൽ വേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു സപ്പോർട്ടീവ് മെൻറ്റാലിറ്റി, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, അതേപോലെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക, കേട്ടിട്ട് നല്ല രീതിയിൽ ഉത്തരം പറയുക. ഇതൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പിൽ വേണ്ടത് ഫ്രണ്ട്സ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഫ്രണ്ട്സ്. ഫ്രണ്ട്ഷിപ്പിൽ എന്തിനാണ് വളരെയധികം കെയർ ചെയ്യേണ്ടത്, അതായത് സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് തിരിച്ചും കിട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ജോബോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ഒരു കരിയറോ വളർത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും ഫ്രണ്ട്സ്. അത് നിങ്ങൾക്കൊരു സപ്പോർട്ടായിരിക്കും. അങ്ങനെയാണ് വേണ്ടത്. ജോലി ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല ടോപ്പിക്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ആൾക്കാർ, എല്ലാ ഫ്രണ്ട്സ് എനിക്കുണ്ടെങ്കിൽ അവരെന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാവുകയും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയും ചെയ്യും. പിന്നെ അവരുടെ ഐഡിയാസ് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. തിരിച്ച് ഐഡിയാസ് അവർക്കും പറഞ്ഞു കൊടുക്കുക അവരെന്നും ചെയ്യുമ്പോൾ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ സുഹൃത്ത് ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും നമുക്ക് നല്ലത് വരികയും ചെയ്യും ഫ്രണ്ട്സ്. ഇതാണ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള പറയാൻ കാരണം. നല്ല സൗഹൃദ ബന്ധങ്ങളാണ് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഉതകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ സൗഹൃദ ബന്ധത്തിൽ വേണ്ട ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ കെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കെയർ ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സ് നിങ്ങളെ കെയർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. പിന്നെ ഫ്രണ്ട്സ്, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനോട് പാർട്ടി ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ നല്ലതിനെ വരും. പിന്നെ ഫ്രണ്ട്സ്, ഇത്രയാണ് എനിക്ക് സൗഹൃദത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പുള്ള വ്യക്തിയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുക ഫ്രണ്ട്സ്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.